നമസ്കാരം. 1200 ആണ്ട് കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം, അതായത് 13/4/2025 ഞായറാഴ്ച രാത്രി 3:21 ചോതി നക്ഷത്രം 1-ാം പാദ തുലാക്കൂറിൽ കൃഷ്ണപക്ഷ പ്രഥമ തിഥിയിലാണ് മേട രവി സംക്രമം, അതായത് നമ്മുടെ വിഷു വരുന്നത്. ഈ വിഷുവിന് ശരിക്കും പറഞ്ഞാൽ വിഷുവിൻ്റെ ഫലം പറയുന്നത് ഈ വർഷം 2 പറയാണ്. 2 പറ എന്ന് പറയുമ്പോൾ വർഷം 2 പറയാകയാൽ 20ൽ 10, അതായത് അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ലെങ്കിലും 20ൽ 10 ഭാഗം സമുദ്രത്തിലും 6 ഭാഗം വനപർവ്വതങ്ങളിലും വർഷിക്കുന്നത് നീക്കിയിട്ട്. അപ്പോൾ 20 പറ എന്ന് പറയുമ്പോൾ 20ൽ 10 ഭാഗമാണ് നമ്മുടെ ഇവിടെ ഭൂമിയിൽ പതിക്കുന്നത്. അതിൽ 10 ഭാഗത്തിൽ 6 ഭാഗം വനപർവ്വത പ്രദേശങ്ങളിലാണ് വർഷമായിട്ട് പെയ്യുന്നത്. ബാക്കി നീക്കിയിട്ട് ഭൂമിയിൽ വർഷിക്കുന്ന വെള്ളം 4 ഇടങ്ങഴിയാണ്. അതനുസരിച്ചിട്ടുള്ള വിഷു ഫലമാണ് നമ്മളിവിടെ ഓരോ രാശിക്കാർക്കും പറയുന്നത്. അത് പ്രകാരം മേടം രാശി തൊട്ട് നമ്മൾ 12 രാശിക്കാരുടെയും വർഷഫലമാണ് നമ്മളിവിടെ പറയുന്നത്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്താണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികൾക്കൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവയോഗ്യമാകുന്നൊരു വിഷു വർഷക്കാലം തന്നെയാണ് ഈ 2025 നമ്മൾ അനുഭവിക്കുന്നത്. പൊതുവേ പറഞ്ഞാൽ അത്ര സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നൊരു വർഷമല്ല ഇത്. പൊതുവിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഭരണരംഗത്തിരിക്കുന്ന തലവന്മാർക്ക് പോലും ഒരുപാട് തലവേദന ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളും അനുഭവയോഗ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രാർത്ഥനയോടും ഈശ്വരവിശ്വാസത്തോടും കൂടി മാത്രം നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോകാൻ നോക്കുക. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ മതപരമായിട്ടുള്ള പ്രാർത്ഥനകളും സൽചിന്തകളും സൽപ്രവൃത്തികളുമായിട്ട് ഈ ഒരു വിഷു വർഷക്കാലം ഏറ്റെടുക്കാനായിട്ട് നോക്കുക. നമസ്കാരം. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് ഈ ഒരു 2025 വിഷു വർഷക്കാലം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും, വ്യാഴം 10ലേക്ക് ആയിരുന്നു, 10ൽ നിന്ന് ഇപ്പോൾ 11ലേക്ക് മാറുന്നു. ലാഭസ്ഥാനത്തേക്ക് വ്യാഴം മാറുകയും ശനി അഷ്ടമത്തിലാണ്. എങ്കിലും 8 എന്ന് പറയുന്നത് രോഗദുരിതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ശനി ദശാകാലമാണ്. എങ്കിലും എല്ലാ ചിങ്ങം രാശിക്കാർക്കും ഈ പറയുന്ന ദോഷങ്ങളൊന്നും പൂർണ്ണമായിട്ട് വന്നുകൊള്ളണമെന്നില്ല. കാരണം നിങ്ങളുടെ ജാതകത്തിലെ ദശാകാലവും അന്തർദശാകാലവും ഒക്കെ നിങ്ങൾക്ക് അനുകൂലപ്രദനാണെങ്കിൽ ഈ പറയുന്ന ദോഷങ്ങളൊന്നും വന്നുകൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് ഈ 2025 വിഷു വർഷക്കാലം, ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് നേട്ടങ്ങളുടെ ഒരു കാലയളവ് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശനിയുടെ മാറ്റം ദോഷം ചെയ്യുന്നില്ല എന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്ക് അനുകൂലമായ പല ലക്ഷ്യങ്ങളും നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മംഗളകാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ഒരു വർഷം തന്നെയാണ്. മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടപ്പിലാക്കാനും കുടുംബത്തിൽ സന്താനങ്ങൾ ജനിക്കുകയോ മക്കളുടെ സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ സന്തോഷം മനസ്സിലുണ്ടാകുന്നതാണ്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതാണ്. ഉദ്ദിഷ്ട കാര്യം സാധ്യമാക്കാനും കൂടി നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു വർഷം തന്നെയാണ്. വിദേശത്തുള്ളവർക്കൊക്കെ ആണെങ്കിലും തൊഴിലിലൊക്കെ വലിയ ലാഭമൊന്നും ഇല്ലാതിരുന്നവർക്ക്, തൊഴിലിലെ ശമ്പളമൊക്കെ വിചാരിച്ച പോലെ ഉയർച്ചയൊന്നും ഇല്ലാതിരുന്നവർക്ക് ഈ ഒരു വിഷു വർഷക്കാലം വിദേശത്തുള്ളവർക്ക് തൊഴിൽ ലാഭവും തൊഴിലിലെ ശമ്പള വർധനവും ഒക്കെ ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് കർമ്മരംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. ഭവന യോഗം, ഭവനം, വാഹനം, അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വസ്തുവൊക്കെ വാങ്ങാനായിട്ട് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അത് അനുഭവയോഗ്യമാകുന്നതാണ്. സ്വയം തൊഴിലിലൊക്കെ ഇതുപോലെ പണമൊക്കെ ഇറക്കി ചെയ്തിട്ട് ലാഭമൊന്നും കിട്ടാതിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ്. കർമ്മരംഗത്ത് സാമ്പത്തികമായിട്ട് ഉയർച്ചയിലെത്തുന്നതും കുടുംബത്തിലെ സന്തോഷവും സമാധാനവും ഐക്യവും ഒക്കെ കളിയാടുന്നതാണ്. സാമ്പത്തിക ദുരിതം മാറുന്നതും സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറി നിങ്ങൾക്ക് ആഗ്രഹിച്ച തരത്തിലുള്ള ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ ഈ ഒരു വിഷു വർഷക്കാലം സാധ്യമാകുന്നതാണ്. നേരത്തെ ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള, വളരെ അപൂർവമായിട്ടാണ് എങ്കിലും ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലും ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി സന്തോഷം കളിയാടുന്നൊരു വർഷം തന്നെയാണ്. തീർച്ചയായിട്ടും കലാരംഗത്തുള്ളവർക്ക് നല്ല ഒരു മാറ്റം, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സിനിമാ നാടകരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഒരു മാറ്റം ഈ ഒരു വർഷം വന്നു ചേരുന്നതാണ്. സുപ്രധാനമായിട്ടുള്ള ഒരു വഴിത്തിരിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം വന്നു ചേരുന്നതാണ്.